ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയ ടോം ആൻഡ് ജെറിയെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഫസ്റ്റ് കോട്ടിങ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കറക്ഷൻസ് വരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് എഡിറ്റിങ്ങും. അപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ടിങ്ങാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങും കൂടെ എടുത്തിട്ടുണ്ട് വീഡിയോയിൽ, ഫുള്ളായിട്ടില്ല. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ടോമിൻ്റെയാണ്. ടോമിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ കളറും വൈറ്റും കുറച്ച് ആഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, മിക്സായിട്ട്. അപ്പോൾ അതാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നാണ് പെയിൻറ്റിങ് ചെയ്തത്. അത് ആദ്യം വരച്ചത് ടോമും ജെറിയും മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ ഡോഗിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരച്ചത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. പിന്നെ വരച്ചതിലും കുറച്ച് കറക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ പെയിൻറ്റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെച്ചതാണ്. അതായത് ഞാൻ ജെറിയുടെ മുഖമൊന്നും ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല, ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുമ്പം നീറ്റാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ചില പിക്ചേഴ്സ് നമ്മൾ വരക്കുമ്പം റെഡി ആയില്ലെങ്കിലും പെയിൻറ്റ് ചെയ്യുമ്പോൾ റെഡിയാവും. അതേപോലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ റെഡി ആവാത്തത് വരച്ചപ്പോൾ റെഡിയായ സംഭവമായിരിക്കും ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടി കോളായിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. ആദ്യമൊക്കെ പറ്റി ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വിറ്റ് വൃത്തിയേടാവില്ലേ അഥവാ കോളായിട്ടുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നല്ല കെയർഫുള്ളായിട്ടൊക്കെ കേട്ടോ ആദ്യമേ ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ആയി, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ. എന്തായാലും അങ്ങനെ കോളാക്കി വയ്ക്കാറില്ല. അപ്പോൾ പിന്നെ വന്നിട്ട് ഈ ടോമിൻ്റെ ഐസും അതുപോലെ ജെറിയുടെ ഐസിൻ്റെ ഒന്നും കളർ പെയിൻറ്റിങ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, മിസ്സായിപ്പോയി, വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. പിന്നെ അതുപോലെ ഈ ഡാർക്കായിട്ട് കൊടുക്കുന്നത്, ലാസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്നതും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ എന്നോട് മിസ്സായിപ്പോയി എന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ ഫൈനൽ ലുക്ക് ഒരുവിധം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കണ്ടാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ വൈറ്റാണല്ലോ നമ്മുടെ ടോമിൻ്റെ കൈ കാലൊക്കെ വൈറ്റാണ് വരുന്നത്. പക്ഷെ വൈറ്റ് അടിക്കണം നമുക്ക് എന്തായാലും, എന്നാലേ അത് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ വൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോമിൻ്റെ ഈ ഒരു സ്റ്റൊമക്കിൻ്റെ പാട്ട് വരുന്നത് ഒരു ഗ്രേ കളറാണ്. അപ്പോൾ അവിടെ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ ചെയ്യാൻ. ശരിക്കും നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വരച്ചതൊന്നും കാണില്ല. അപ്പോൾ ജസ്റ്റ് ഈ ടോമിൻ്റെയൊക്കെ ചിരിയാണെങ്കിലും ജെറിൻ്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ ആണെങ്കിലും നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ അതങ്ങ് പോകും സംഭവം. പിന്നെ അവസാനത്തെ ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും ആ ഒരു എക്സ്പ്രഷനും അതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രേ കളർ ചെയ്തു. അതുപോലെ ടോമിൻ്റെയും 3 പേരുടെ അതെ നമ്മുടെ ഇയേഴ്സിൻ്റെ ഉള്ളിലായിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ വന്നിട്ട് ഞാൻ കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാട്ടോ ഈ ഒരു പിക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് എപ്പോഴും എല്ലാ ഫോട്ടോസിലും ടോം ജെറിയും എനിമീസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ചിട്ടുള്ള ഫോട്ടോസാണ് കൂടുതലുള്ളത്. കുറേ തിരഞ്ഞിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം എന്ന് പറയണേ. എപ്പോഴും എനിമീസാണ് സ്റ്റോറീസിലൊക്കെ, പക്ഷേ എന്നാലും ഫോട്ടോസിൽ കാണുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും രസം കാണാനായിട്ട്. എനിക്കങ്ങനെയാണ് ഇഷ്ടം കേട്ടോ പേഴ്സണലി. അപ്പം എന്നെപ്പോലെ ടോം ആൻഡ് ജെറി ഫാൻസ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ജെറിക്കും ഡോഗിന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ കേട്ടോ. കളറ് ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് രണ്ടും വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൽ കുറച്ച് ലൈറ്റ് ബ്രൗൺ ആക്കിയതാണ് ഡോഗിൻ്റെ കളറ്. പിന്നെ വന്നിട്ട് ബെൽറ്റിനുള്ളൊരു കളറേ വരുന്നുള്ളൂ, ബെൽറ്റിന് റെഡ് കളറും മാത്രമേ നമ്മുടെ ഡോഗിന് വരുന്നുള്ളൂ. അപ്പം ഔട്ട്ലൈൻ കൊടുത്തത് ഇതുപോലെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട്. പക്ഷെ അത് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് തുടങ്ങിയത് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ ഈ പിക്ചർ തന്നെ എനിക്ക് ഡോഗിൻ്റെ ഒരു ഹാഫ് പാർട്ട് ആ പിക്ചറിലുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്കി പാർട്ട് വേറൊരു പിക്ചറിന് സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സൈസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനതങ്ങ് ചെയ്തു, ഒരു കോൺഫിഡൻസിൽ അങ്ങ് പെയിൻറ്റിങ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ശരിക്കും 90s കിഡ്സിന് മാത്രമേ ഈ ടോം ആൻഡ് ജെറിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മുടെ റൂമിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയണം കേട്ടോ. എങ്ങനെയുണ്ട്?